നിങ്ങൾ ഡെഡ് ഹോസ് തിയറി എന്താണെന്ന് കേട്ടിട്ടുണ്ടോ? പൊതുവെ രാഷ്ട്രീയക്കാരും ഭരണതന്ത്രജ്ഞരും വലിയ വലിയ കോർപ്പറേറ്റുകളും അവരുടെ മീറ്റിങ്ങുകളിലും ചർച്ചകളിലും പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ്. നോർമലി ഒരു പ്രോബ്ലത്തിന്റെ യഥാർത്ഥ പ്രോബ്ലത്തിന്റെ അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കാതെ അതിന്റെ ചുറ്റുമുള്ള ഓട്ടകൾ അടക്കാൻ ശ്രമിക്കുന്ന പാച്ച് വർക്ക് ചെയ്യുന്ന ലീഡേഴ്സിന് പൊതുവെ റെഫർ ചെയ്യുന്ന ഒരു തിയറിയാണ് ഡെഡ് ഹോസ് തിയറി. ബേസിക്കലി ഡെഡ് ഹോസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഹോസ്, നമ്മൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ് ഡെഡാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ആ ഹോസ് സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? സ്പീഡാണ് അതിന്റെ പ്രോബ്ലം, സ്പീഡില്ല. അപ്പോൾ സ്പീഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ സാഡിൽ മാറ്റി നോക്കും. സാഡിലിന്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ സാഡിൽ മാറ്റി നോക്കും. പിന്നെ അതിന്റെ ഡയറ്റ് ഒന്ന് നന്നാക്കാൻ ശ്രമിക്കും. അതിന്റെ കുളമ്പ് ഒന്നുകൂടി ഹോസ് ഷൂ ഒന്നുകൂടി നല്ല ഹോസ് ഷൂ കൊടുക്കും. അതിന് വെള്ളം ഒരുപാട് കൊടുത്തു നോക്കും. അതിന്റെ ട്രീറ്റ്മെന്റിന് ആളെ കൊണ്ടുവരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതിന് പുറമെ അതിന്റെ റൈഡറെ ഒന്ന് മാറ്റി നോക്കും. പുതിയ റൈഡർക്ക് അറിയായിട്ടാണ് എന്ന് വിചാരിച്ചിട്ട് പുതിയ റൈഡറെ വെച്ച് നോക്കും. ബേസിക്കലി ദ പ്രോബ്ലം ഈസ് യുവർ ഹോസ് ഈസ് ഡെഡ്. ഈ പ്രോബ്ലം മനസ്സിലാക്കാതെ ഹോസിനെ മാറ്റുന്നതിന് പകരം നമ്മൾ അതിന്റെ ചുറ്റുമുള്ള മറ്റെല്ലാ പ്രോബ്ലംസിനും അതിന്റെ മറ്റ് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ ഹോസിനെ ഓടിക്കാൻ നമ്മൾ പിന്നെ ശ്രമിക്കുക. ഡെഡ് ഹോസിനെ, ചത്ത കുതിരയെ നമ്മൾ പിന്നെ ഓടിക്കാൻ ശ്രമിക്കുക. ഇവിടെയാണ് ഈ പ്രോബ്ലം ബിസിനസ്സിലും ഈ ഭരണതന്ത്രത്തിലും എല്ലാം ഉപയോഗപ്പെടുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും വളരെ ഉപകാരപ്പെടുന്ന ഒരു തിയറിയാണ്. നമ്മുടെ ജീവിതത്തിലും ഇത്തരം പ്രശ്നങ്ങൾ, നമ്മളൊരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിലോ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ നോക്കുന്നത് അതിന്റെ റൂട്ട് കോസ് എന്താണ് ആക്ച്വൽ പ്രോബ്ലം. ആ പ്രോബ്ലം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതൊരു ചത്ത കുതിരയാണോ, ഈസ് ഇറ്റ് എ ഡെഡ് ഹോസ് എന്ന് നമ്മൾ സ്വയം ചോദിക്കണം. അതിന്റെ പാച്ച് വർക്ക് ചെയ്യുന്നതിന് മുമ്പ്, അതിനുവേണ്ടി സമയം കളയുന്നതിന് മുമ്പ്, അതിനുവേണ്ടി പണം കളയുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം നമ്മളെ മനസ്സോട് നമ്മൾ ചോദിക്കേണ്ട, നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ചോദിക്കേണ്ട, ഞാൻ ഒരു ഡെഡ് ഹോസിനെയാണോ റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ക്വിറ്റ്. അതായത് നമ്മൾ ഒരു ജീവിതത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ എൻട്രി പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ ക്വിറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഡെഡ് ലൈൻ വെക്കണം. നമ്മൾ എപ്പോഴാണ് അതിൽ ക്വിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു ഡെഡ് ലൈൻ നമുക്ക് ഉണ്ടായിരിക്കണം. എൻട്രി പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ആ ക്വിറ്റും നമ്മൾ തീരുമാനിച്ചു വെക്കണം. ഓക്കെ, ഇത്ര സമയം ഇത്ര പ്രശ്നങ്ങൾ ഇതിന്റെ മുന്നിൽ ഉണ്ടാവുമെങ്കിൽ ഞാൻ അതിൽ ക്വിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരേ പ്രശ്നത്തിന്റെ മേലെ, ഒരേ കാര്യത്തിന്റെ മേലെ ഇങ്ങനെ കിടന്ന് ലൂപ്പ് പോലെ ഇങ്ങനെ കറങ്ങുന്ന അവസ്ഥ ഒഴിവാകും. നമുക്ക് എത്രയും വേഗം അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ കഴിയും. പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകം കടല് പോലെ വിശാലമായ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ലോകമാണ്. ഓക്കെ, നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല നമ്മൾ ഉപജീവനമായിട്ടോ അല്ലെങ്കിൽ നമ്മളെ മറ്റു കാര്യങ്ങളായിട്ടോ നമുക്ക് കിട്ടേണ്ടത്. യു ഹാവ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഔട്ട്സൈഡ്. സോ ഗോ ഔട്ട്, find the other opportunities. Don't stick on a dead horse. Okay, so don't be in my advice, in nutshell I would say, don't be a rider who rides a dead horse. Thank you very much.